Question number 7. ഒരു ഡാറ്റ ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിൾ അനുസരിച്ചുകൊണ്ട് 3 സ്റ്റേറ്റ്മെന്റുകളുണ്ട്. ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഇസ് ഹാഫ്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എ 1 മോളാർ ആണെങ്കിൽ ടി ഹാഫ് 200 into square root of 10 minutes ആണ്. Order of the reaction changes to 1 if the concentration of the reaction changes from 0.1 molar to 0.5 molar. And half-life is 800 minutes for A0 equal 1.6 molar. ഈ ചോദ്യം കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. കെമിക്കൽ കൈനറ്റിക്സിൽ നിന്നുള്ള ചോദ്യമാണ്. ഓക്കെ, നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്തു നോക്കാം. അതായിരിക്കും നല്ലത്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെയ്തു നോക്കാം. അതായത് എയിൽ പറയുന്ന കാര്യം ശരിയാണോ? ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഹാഫ് ആണോ? അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു സംഗതിയാണ്. ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു A0 raised to n-1, initial concentration raised to n-1, where n is the order of the reaction. Okay, ഹാഫ് ലൈഫ് അപ്പൊ ഫസ്റ്റ് കേസിലെ ഹാഫ് ലൈഫിനെ T1 എന്നും സെക്കൻഡ് കേസിലെ ഹാഫ് ലൈഫിനെ T2 എന്നും എടുത്താൽ സെക്കൻഡ് കേസിലെ ഇനീഷ്യൽ കോൺസെൻട്രേഷനെ A2 എന്നും ഫസ്റ്റ് കേസിലെ ഇനീഷ്യൽ കോൺസെൻട്രേഷനെ A1 എന്നും എടുത്താൽ എനിക്കിതിനെ ഇങ്ങനെ എഴുതാം, റേസ് ടു n-1. ശരിയല്ലേ? T1 is 200 by T2 is 100 is equal to 0.025 by 0.1 raised to n-1. അതായത് 2 is equal to 1 by 4 raised to n-1. അല്ലെ? 2 is equal to 1 by 4 raised to n-1. മക്കളെ, this is equal to എങ്ങനെ എഴുതാടാ നമുക്ക്? This is equal to 4 raised to 1 minus n, that is 4 raised to half. അല്ലെ? അപ്പൊ 1 minus n എന്ന് പറയുന്നത് ഹാഫ് ആയിരിക്കണം. അപ്പൊ n എത്രയാ? ഓർഡർ ഓഫ് ദ റിയാക്ഷൻ എത്രയാ? ഹാഫ് ആയിരിക്കണം. ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഹാഫ്. കറക്റ്റാ? കറക്റ്റാ. സി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എ കറക്റ്റ് ആണ്, നമുക്ക് മനസ്സിലായി. എ കറക്റ്റ് ആണെന്ന് മനസ്സിലായി. അപ്പൊ മക്കളെ, നമ്മളിപ്പോ കണ്ടത് എന്താ? ടി ഹാഫ് ഇസ് പ്രൊപ്പോർഷണൽ ടു A0 raised to n-1 എന്നല്ലേ? അതായത് ഇറ്റ്സ് പ്രൊപ്പോർഷണൽ ടു A0 raised to n എന്ന് പറയുന്നത് ഹാഫ് അല്ല, ഹാഫ് മൈനസ് 1. അപ്പൊ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു A0 raised to minus half എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A0 raised to half. കാരണം ബി നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് ഇത് വെച്ചുകൊണ്ടാണ്. അപ്പൊ മക്കൾ, എനിക്ക് പറഞ്ഞുകൂടാ, T1 by T2 എന്ന് പറയുന്നത് A1 by A2 raised to half ആയിരിക്കും എന്ന് പറഞ്ഞൂടെ? പറയാം. ഈ റിലേഷൻഷിപ്പ് വെച്ചിട്ട് പറയാം. ഓക്കെ, T1 എത്രയാ? 200 ആണ്. T2 ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കാണേണ്ടത്. T2 ആണ് സെക്കൻഡ് സിറ്റുവേഷനിലെ ഹാഫ് ലൈഫ് ആണല്ലോ കാണേണ്ടത്. അതാണ് തെളിയിക്കേണ്ടത്. ദിസ് ഇസ് ഈക്വൽ ടു A1 എത്രയാ? ഹാഫ് ലൈഫ് ഇൻ ഫസ്റ്റ് കേസ് 0.1 ബൈ A2 എത്രയാ പറയുന്നേ? 1 മോളാർ, 1 whole raised to half. This is equal to 0.1 എന്ന് പറയുന്നത് 10 raised to minus 1 അല്ലേ? അപ്പൊ 10 raised to minus 1 raised to half, 10 raised to minus half, 10 raised to minus 1 raised to half is 10 raised to minus half. അവിടെ നിന്ന് T2 is equal to 200 by 10 raised to minus half. That is 200 into 10 raised to half. That is 200 into root 10. കറക്റ്റാ? അപ്പൊ സെക്കൻഡും കറക്റ്റ് ആണ്. നമ്മൾ തേർഡിലേക്ക് പോകാണ്. എന്താ തേർഡിൽ പറയുന്നത്? ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ചേഞ്ചസ് ടു 1 if the concentration of the reaction changes from 0.1 to 0.5. ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. കാരണം ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്. അത് ശരിയല്ല. അവസാനം മക്കളെ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 1.6 മോളാർ ആണെങ്കിൽ ഹാഫ് ലൈഫ് 800 മിനിറ്റ്സ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ചെയ്തു നോക്കാം നമുക്ക്. ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്ന പോലെ തന്നെ അതും നമുക്ക് ചെയ്തു നോക്കാം. ഡി നമുക്ക് ചെയ്തു നോക്കാം. ഇതേ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. T1 by T2 is equal to A1 by A2 whole raised to half. T1 200 തന്നെയാണ്. T2 ആണ് കാൽക്കുലേറ്റ്. സെക്കൻഡ് കേസിലെ ഹാഫ് ലൈഫ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. A1 എന്ന് പറയുന്നത് എത്രയായിട്ടാണ് നമ്മൾ എടുക്കുന്നത്? A1 എന്ന് പറയുന്നത് 0.1 അല്ലെ? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 0.1 ഡിവൈഡ് ബൈ A2 എത്രയാ? 1.6 whole raised to half. മക്കളെ, അങ്ങനെയാണെങ്കിൽ T2 is equal to 200 into 1.6 by 0.1 raised to half. That is 200 into
1.6 by 0.1 എന്ന് പറയുന്നത് 16 അല്ലേ? 16 raised to half. That is 200 into 4. That is 800 minutes. Correct ആണ്. അപ്പൊ ഇതും ശരിയാണ് മക്കളെ, ഇതും ശരിയാണ്. അപ്പൊ എയും ബിയും ഡിയും ശരിയാണ്, സി മാത്രമാണ് റോങ്. ഓപ്ഷൻ 3 is the right answer. ഓപ്ഷൻ 3 കുറച്ച് ലെങ്തിയാണ്, എന്നാലും ചെയ്തു നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാമായിരുന്ന ഒരു ചോദ്യമാണത്. ഈസി ആയിട്ട് ആൻസർ ചെയ്യാമായിരുന്ന ചോദ്യമാണത്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകണം.